ഹായ് ഗൈസ്, എല്ലാവർക്കും ഗായത്രീസ് വീട്ടിലേക്ക് നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഈസി ആയിട്ട് ഒരു രസം ഉണ്ടാക്കുന്നതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം കൂടെ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉലുവ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടി നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം. നമ്മൾ പാത്രം അടുപ്പി വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഉലുവ, ജീരകം എന്നിവ ഇട്ട് ഇളക്കി കൊടുക്കണം. ഈ വെളുത്തുള്ളിയുടെയും ഉലുവയുടെയും ജീരകത്തിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം മാത്രമേ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാവുള്ളൂ. ഇപ്പം വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിയും കറിവേപ്പിലയും. തക്കാളി നമ്മൾ കുറച്ച് 2-3 തക്കാളി എടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് ഒന്ന് ഉടഞ്ഞ് വരണം. അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന ഒരു പരുവം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ തക്കാളിയെല്ലാം വെന്തുടഞ്ഞ് വരുന്നതാണ്. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ല ജ്യൂസി പരുവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വാളംപുളി പിഴിഞ്ഞ് വെച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഓരോരുത്തരുടെ എരിവ് കണക്ക് നമുക്ക് കൂട്ടിയും കുറച്ചും ചേർക്കാം. പിന്നീട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിപ്പോൾ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കട്ടക്കായം വേണമെങ്കിലും ചേർക്കാം. എൻ്റെ കയ്യിലിപ്പം കായപ്പൊടിയാണ് ഉണ്ടായിരുന്നത്, ഞാൻ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് തിളച്ച് എല്ലാ പൊടികളും വെളുത്തുള്ളിയും പുളിയും എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം തന്നെ ഈസി ആയിട്ടുള്ള രസം റെഡിയാക്കണം. ഇനി എളുപ്പത്തിൽ തയ്യാറാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണിത്. രസം പാകമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴും നമ്മുടെ മല്ലിയിലയുടെ ഫ്ലേവറും കൂടെ ആകുമ്പോൾ രസത്തിന് കുറച്ചുകൂടി ടേസ്റ്റ് വരും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.